ഇന്ന് സഞ്ജു റെഡിയാണ്. സഞ്ജു ക്യാപ്റ്റനായി കണ്ട് ആദ്യത്തെ കളിയാണ് കളിച്ചാൻ പോകണ ഈ കൊല്ലം. നിങ്ങളെ കാര്യം PBKസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. പഞ്ചാബിലിട്ട് പഞ്ചറാക്കിയിട്ടാവും ഇന്ന് രാജസ്ഥാൻ തോൽച്ച് തിരിച്ചു വരും. ഞങ്ങൾക്ക് സഞ്ജുവിന്റെ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല. എന്താണ് മൂപ്പർ ഉണ്ടായാലും എന്താ ഇല്ലെങ്കിലും എന്താ ഒക്കെ കണക്കാണ്. ഞങ്ങളെ ടീം മൊത്തത്തിൽ പാളിയ ടീമല്ലേ, പാളിയ ടീമാണ്. ആ ഓപ്ഷന്റെ അന്ന് തന്നെ എല്ലാവർക്കും അറിയണം മൊത്തം പാളി. കളി തോറ്റിക്കണമെങ്കിൽ അത് സഞ്ജു ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സഞ്ജുവിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് കളി നീങ്ങിക്കഴിഞ്ഞാൽ കളി ജയിക്കും. പല വട്ടം കണ്ടാണ് സഞ്ജു ഒരു കിടിലൻ ക്യാപ്റ്റൻസി മെറ്റീരിയലാന്നുള്ളത്. പിന്നെ വിമർശകർക്ക് എന്തും പറയാം, ഒരു കളി ഫോം ആവണില്ല, അടുത്ത കളി ഫോം ആവും. മൂപ്പർ എന്താ ചെയ്യണത്? ഇത് 2020 ആണ്. അവിടെ കുറെ മുട്ടിക്കാനില്ല. ആ മൊമെന്റും കീപ്പ് ചെയ്ത് അങ്ങനെ പോകണം. മൂപ്പർ അടിച്ചു പ്രശ്നമില്ല. ടീമിന് വേണ്ടി കളിച്ച ആളാണ് സഞ്ജു. സംശയങ്ങളോ വീരവാദങ്ങളോ ഒന്നുമില്ല. ശ്രേയസ് അയ്യർ പേര് മാത്രം മതി, പേരെന്നെ ധാരാളം. അതിനെ കുറിച്ചൊന്നും പിന്നെ ഒന്നും പറയാനില്ല. ബാറ്റിംഗ് ഉണ്ട്, ക്യാപ്റ്റൻസി ഇങ്ങനെ അടിച്ചു കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ തുടക്കത്തിലെ ആരംഭ ശൂരത്വം, അതിന്റെ അപ്പുറത്തേക്കൊന്നും ആയില്ല. സിമ്രാനൊക്കെ ഇപ്പൊ അതിന്റെ മുമ്പൊന്നും ഇപ്പൊ അസൂയ തോന്നുന്ന ഫോമാണ്. അസൂയ ഞങ്ങൾക്ക് ഇവിടെ സഞ്ജുൻ ജയ്സ്വാളും ഒക്കെ ഉണ്ടാവുമ്പോ ജയ്സ്വാള് ജയ്സ്വാള് അപ്പൊ ചില ദിവസങ്ങളിൽ ഷോട്ട് ഒന്നും കൊള്ളണില്ല. ജയ്സ്വാളൊക്കെ ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയാം. പക്ഷെ ഈ ഒരു കളി രണ്ട് കളി മോശമായി വിചാരിച്ചാണ്ട് 5 പൈസക്കില്ല മൂപ്പര്. ചില ദിവസങ്ങളിലെ പ്രശ്നമാണ്. മൂപ്പര് മാത്രം ഇപ്പൊ പന്ത് എന്തെങ്കിലും കളിച്ചിട്ടുണ്ടാ, നമ്മളെ ഹിറ്റ്മാൻ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടാ. അപ്പൊ ഇന്ത്യൻ ടീമിലുള്ളവരൊന്നും കളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് മാത്രം ജയ്സ്വാൾ തന്നെയാണ് ഇവിടെ. സഞ്ജുൻ ജയ്സ്വാളും ഓപ്പണിംഗ് ഇറങ്ങിയാൽ ഞങ്ങൾക്കൊന്നും വരാൻ പോണില്ല. നിങ്ങളെ ബൗളിംഗ് ഒന്നും അതിന് മാത്രം ഒന്നും ഇല്ല. അശ്വിനൊക്കെ നെട്ടേ കോട്ടലേക്കാണ്. ചാല് ഞങ്ങളാണ്ട് ഒഴിവാക്കിയല്ല, വേണ്ടായിട്ട് ഒഴിവാക്കിയല്ല, അങ്ങനെ വേണ്ടായിട്ട് ഒഴിവാക്കിയല്ല. അത് കാണിച്ചത് എന്തുകൊണ്ട് ഒഴിവാക്കി. നിങ്ങളെ സഞ്ജുവിനെതിരെ എങ്ങനെ ബോൾ ചെയ്യുന്നറിയാം, നിങ്ങളെ ഹെഡ്മെയറിനെതിരെ എങ്ങനെ ബോൾ ചെയ്യുന്ന എല്ലാവരും ബോൾ ചെയ്യല് എങ്ങനെയാണെന്നൊക്കെ സൂപ്പർ ബോളിംഗ് ആണ്. മാക്സ്വെല്ലൊക്കെ ക്ലിക്ക് ആയാണ്ടല്ലോ കിട്ടോ പുടുത്തം കിട്ടോ. എന്തോ ഒരു തല്ലകരം, അതും വേണ്ടിട്ട് ഇങ്ങനെ നിർത്തി വെച്ചേക്കണേ. മൂപ്പരുടെ ദിവസം എന്ന ആദ്യത്തെ ഒരു കളിയിൽ മോശമായി എന്നല്ലാതെ പിന്നെ അതിപ്പോ ഇന്നത്തെ കളിയല്ലേ, ഇന്നത്തെ കളി കണ്ടോളി. മൂപ്പര് ദിവസം മൂപ്പർക്കെന്നറിയില്ല എങ്ങനെയാ ഫസ്റ്റ് ഓവറില് ഫസ്റ്റ് ബോൾ നോക്കും. നല്ല റിതത്തിലാണെങ്കിൽ പിന്നെ ഓക്കെ, അത് ഞങ്ങളെ റിതം ഫസ്റ്റ് ബോളിനെ തീരുമാനമാക്കി. ആരങ്ങൾക്ക് ഇപ്പൊ സിമ്രാനും കൂടിയല്ലേ ഓപ്പൺ ചെയ്യാറെങ്കിൽ ഒരു ബേജാറുമില്ല. റിതം തകർത്താൽ പിന്നെ ഒരു വിഷയം. ക്രിക്കറ്റ് പോലും കാണാത്ത രണ്ടാൾക്കാരല്ലേ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ ക്രിക്കറ്റ് നല്ലോണം കളിച്ച ആർച്ചറിന് എന്തോ ഒരു കിട്ടല കിട്ടി. ഒരു കളിയിൽ കിട്ടിയിട്ടുള്ളൂ. ബാക്കി നിങ്ങളിപ്പോ കഴിഞ്ഞ കളിയിൽ എന്ത് കയറിയിരുന്നു മൂപ്പര്? അതൊക്കെ ഞങ്ങൾ സംശയം. കഴിഞ്ഞ കളിയിൽ ഉഷാറായിരുന്നു മൂപ്പര്, നല്ല റിതത്തിൽ തീരുമാനമാക്കി വരികയാണ്. അത്രയും കപ്പുള്ളവരെ തീരുമാനമാക്കി അതൊന്നുമില്ല. ഞങ്ങള് കണ്ട എല്ലാ മുട്ടി ടീം LSനെ തോൽപ്പിച്ചു. മുട്ട ടീം ഒക്കെ 9 ആൾക്കാരും തോൽപ്പിച്ചു. ഇനി അടുത്ത നിങ്ങള് തോൽപ്പിച്ചു. അപ്പൊ 3 ആയില്ലേ. അങ്ങനെ വരുന്നവരെ മൊത്തം ഞങ്ങൾ തോൽപ്പിക്കും. ഇന്ന് ഹെറ്റ്മാർ ഞങ്ങൾ അഥവാ വീണ ഹെറ്റ്മാറെ വക 4 അടി. ഹെറ്റ്മാറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയില്ല. കാരണം അവസാനം ഇറക്കും, മൂപ്പർക്ക് ബോളും കൂടി ഉണ്ടാവില്ല ബാറ്റ് ചെയ്യാൻ. അതൊക്കെ നിങ്ങൾക്ക് തോന്നുക ആവശ്യം നിങ്ങൾ നേരെ ഇറക്കും. ബോളില്ലാത്ത എന്താ ബാക്കിയുള്ള ഒരു ഉഷാറൊന്നുമല്ല, മുട്ടി നിന്നിട്ട് അല്ലാറൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങൾ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ആരാളെ സ്റ്റോയിനിസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. മൈറ്റിത്തരം അവിടെ ഉണ്ട്. ഇവിടെ വന്ന മൈറ്റിത്തരം ഒരുത്തനും കാട്ടണില്ല. അപ്പുറത്ത് വേറെ ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു നടക്കുന്നുണ്ട്. അനുഭവം കിട്ടലാണ്. ഈ ടീംസിന് മൊത്തം കിട്ടലാണല്ലോ. അതൊക്കെ മൈറ്റിത്തരം എപ്പോഴാ പുറത്തേക്ക് മാത്രം ഉണ്ട് എന്തെങ്കിലും കാട്ടുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഈ മൈറ്റികളൊക്കെ കണക്ക് തന്നെ. ഞങ്ങള് മൊത്തത്തിൽ നല്ല ടീമാണ്, എല്ലാവർക്കും പേടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പേടിയില്ല നിങ്ങൾക്ക് പേടിണ്ട. ഞങ്ങൾക്ക് സഞ്ജു ആരാന്നും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എന്താന്നും സഞ്ജുവിന്റെ കുട്ടികൾ ആരാന്നും നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ മുല്ലാൻപൂർ വിടുള്ളൂ.